ഓളെ എഴുതി വെച്ചോട്ടോ. ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ഒരു ടൈം പറയും. 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കണത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ. അല്ല എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങനെ എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ. ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ ടാണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓ എനിക്കെന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കട്ടിക്കണം. ഓക്കെ. എൻ്റെ ആരെയും എന്നെ കള്ളവടി വെക്കാൻ വരുന്നോനോ? എൻ്റെ ഞാൻ ആരെയിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ഇരിപ്പല്ലേ എന്ത് പാവായിട്ട് തോന്നിയ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, വളരെ സാധുവായിട്ട് തോന്നി. ശരിക്കും ഞാൻ ഇത് കണ്ടപ്പോൾ ചിന്തിച്ച മറ്റൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിലെ ചില പൂവാലന്മാരല്ലേ അങ്ങനെയുള്ള കുറെ ചായക്കടയിരിക്കുന്ന കുറെ അമ്മാവന്മാര്, ആ ടൈപ്പ് ആൾക്കാരൊക്കെ പണ്ട് തൊട്ടേ ഈ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള സ്ത്രീകൾ വഴിയൊക്കെ പോവാണെങ്കിൽ അവളെ കണ്ടറിയാം ആള് മുറ്റാണ്, ഇങ്ങനത്തെ ഒരു ഡയലോഗ് അടിക്കും. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, പണ്ടൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള നല്ല ചേച്ചിമാരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അവരുടെ പൊക്കത്തിനനുസരിച്ച് ഒരു വണ്ണമൊക്കെ വെച്ചൊന്ന് തുടുപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ഇവർക്ക് ആണുങ്ങൾക്ക് ഒരു അസൂയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം തന്നെ അവരവിടെ ഇരുന്ന് കമന്റ് പറയും, അയ്യോ അവക്ക് ആ ഹസ്ബൻഡ് അതൊന്നും പോരാ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വൃത്തികേട് ഇരുന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരിതില്ല. നമ്മുടെ ബിഗ് ബോസ് പോയി ഏതോ ഒരു താരം പറഞ്ഞിട്ടുണ്ടല്ലോ, താരത്തിന്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയുന്നില്ല, എല്ലാം ഹോർമോണിന്റെ പ്രശ്നമാണെന്ന് പറയും. അതേ ഉള്ളു. ഇപ്പം നോക്ക്, എത്ര ചെറിയ ഒരു പെൺകുട്ടിയാ, ശരീരവും ഇല്ല, പൊക്കവും ഇല്ല, വണ്ണവും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. പക്ഷെ കണ്ടു നോക്ക് ഇതിപ്പോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വളരെ മാന്യനായ അദ്ദേഹമാണെന്ന് ഓർക്കും. ഒരു മാന്യ അദ്ദേഹമല്ല, ഇദ്ദേഹം ആരാണെന്നറിയാവോ? ഈ പെൺകുട്ടിക്ക്, ഈ സ്ത്രീക്ക് 2 മക്കളും ഹസ്ബൻഡും ഉള്ളപ്പോ അവിടുന്ന് ചാടിച്ചുകൊണ്ട് പോകുന്നവനാ. അവരെ ഇട്ടേച്ച് ഈ പയ്യന്റെ കൂടെ പോന്നിട്ട് ഈ പയ്യന്റെ കൂടെ നിൽക്കാതെ വേറൊരാളുടെ കൂടെ പോയതിന്റെ രോഷമാണ് കാണുന്നത്. ഇത് വീഡിയോ ആയിട്ട് തെളിവായിട്ട് എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നതാണ്. നാളെ ഒരിക്കൽ ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്യിച്ചെന്നോ ഫോട്ടോ ക്വസ്റ്റ്യൻ ചെയ്തെന്നോ ഒന്നും. ഇപ്പൊ പോയ കാമുവിന്റെ മുന്നിൽ എന്തോ അവനോട് വഴക്ക് പിടിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, അതിന്റെ തയ്യാറെടുപ്പായിട്ടെടുത്ത വീഡിയോ ആണിത്. പിന്നെ കൂടുതലും പറയുന്നത് 45,000 രൂപ ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, അത് വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആള് ഹസ്ബൻഡാന്ന് നിങ്ങൾ ഓർക്കുക വേണ്ട. ഒത്തിരി ഉണ്ട് ഈ വീഡിയോ, അതിന്റെ കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. ഒത്തിരി 10 മിനിറ്റോളം ഉള്ള വീഡിയോയാണ്. അപ്പം ലാസ്റ്റ് ഇപ്പം റൂമിലിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടത്. അത് കഴിഞ്ഞപ്പോ ക്വസ്റ്റ്യൻ ചെയ്ത് കാറയിലോട്ട് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ അടി കൊടുത്തിട്ടുണ്ട്. അടിയൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അവസാനം കൈ കൂപ്പി പറയുന്നുണ്ട്, നീ ഇത് എന്താണ് ഇങ്ങനെ, നിനക്ക് പോകാൻ തോന്നിയതിന്റെ കാര്യം കാമമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതല്ല, കാമൊന്നുമല്ല. ഹരിശ്രീ അശോകൻ പണ്ടാ പറക്കുന്തളിയെ പറഞ്ഞല്ല, അവരാ ബസ്സിൽ മിണ്ടിയും പറഞ്ഞിരിക്കുന്നു പറഞ്ഞാല് പുള്ളിക്കാരത്തി പറയുന്ന കാമൊന്നുമല്ല, വെറുതെ ടൂറ് പോണം, പിന്നെ കുറെ സംസാരിക്കണം, ആ കൂടെ അങ്ങ് കാര്യങ്ങളോട് നടന്നു പോകും, ലോഡ്ജ് മുറി എടുക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൂടെ ഒന്ന് കേക്ക് അറിയണം. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിന്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എന്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എന്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആരെയാ പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട. ഓക്കെ, ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് 40-43,000 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എന്റെ ചെലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എന്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എന്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത് അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏതിലോടിച്ച് പറയും
പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, ഒരു കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടത് അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും എങ്ങനെയാന്ന് പോയിനാ? യെസ് ഉറപ്പാണോ? ഉറപ്പാണ്? ഉറപ്പാണോ? എങ്ങനെയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ, മെഞ്ഞാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിലോടിച്ചു? അവൻ കൊണ്ടേതാണ് എന്നെ. ഏതിലോടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? അതിൻ്റെ നെക്സ്റ്റത്തെ പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ചാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമോ? പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതില് സെക്സും ഇതിനല്ലേ നമ്മള് പറയണ ബെഡിന്ന്. അച്ഛ പറയേ, ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയൊക്കെ കാണും. അന്നെ നീ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ ഈ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റ്. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ. വേറെ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും അതിൽ കൂടുതലുണ്ടെങ്കിലും ഫസ്റ്റിൽ പൈസ നീ തന്നെ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്യും, GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല. തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്തുണ്ടാവോ? അയച്ചു കൊടുത്ത് എവിഡൻസ് ആണിത്. ഉണ്ടാവോ? പറയും. തുറക്ക്. ഓഫായില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പയ്യന്റെ സൗണ്ട് കേട്ടാ അറിയാം, അതാ. അവനും അധികം പ്രായമൊന്നുമില്ല, അവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഇതൊരു സെറ്റപ്പായിട്ട് അവനും വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇവള് ചാടിയില്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്നായിരിക്കും അവന്റെ ഭാവം, അറിയില്ല. ഏതായാലും ഒരാളുടെ ഭാര്യയെയും ചാടിച്ചോണ്ട് വരുമ്പോ അവനും ആദ്യം മനസ്സിലാക്കണം, ഇവനെ കാണുമ്പോ ചാടി പോകുന്ന അവള് നാളെ മറ്റൊരാളുടെ പ്രലോഭനത്തിൽ വീണോ അങ്ങോട്ടും പോകും. വേറെ ആരെങ്കിലും ഉള്ള ട്യൂൺ ചെയ്യാൻ വന്നോ അങ്ങോട്ടും പോകും. ഇപ്പൊ പോയിരിക്കുന്ന ഒരു ഫസൽ എന്നെങ്ങാണ്ട് പറഞ്ഞൊരുത്തനോടെ അവന്റെ കയ്യിൽ നിന്ന് അടുത്ത് ചാടിപ്പോവും. അങ്ങനെ ഒരു ഈ ചാടുന്നതിന് അവൻ ചോദിക്കുന്നുണ്ട്, ഇതിനല്ലേ വെടി എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് അതിനെ വെടി എന്നൊന്നും തോന്നുന്നൊന്നുമില്ല. അതത്ര വലിയ മോശമായ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. സംസാരിക്കുക, യാത്ര പോവുക, മുറിയെടുക്കുക, എൻജോയ് ചെയ്യുക, അത് വലിയ കുറ്റകരമായിട്ട് പുള്ളിക്കാരത്തിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ വെള്ളത്തിൽ വീണ പക്ഷിക്കുഞ്ഞെന്നൊക്കെ പറയില്ലേ, ആ പരുവത്തിലാണ് ഇരിപ്പ്. കണ്ടാൽ ഒരു സഹതാപം സത്യമായിട്ടും തോന്നും. കയ്യും കൂടെ കൂപ്പിക്കൊണ്ട് ഇനി തള്ളരുതേന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഇരിപ്പൊന്നും കാര്യമാക്കണ്ട കേട്ടോ, അതാണ് അതിന്റെ ഒരു മറു സൈഡ്. ഈ ഇരിപ്പൊന്നും കാര്യമാക്കണ്ട, അടുത്ത ആള് വന്നാൽ അടുത്ത പോകുമ്പോൾ ഇതിങ്ങനെയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇതിപ്പോ പുതിയ സംഭവമൊന്നുമല്ല. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. ഇതൊക്കെ കാലങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ പോകുന്നവരിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ആരിലും അവർ ഉറച്ചു നിൽക്കത്തുമില്ല. അത്യാവശ്യം വയസ്സാകുന്നിടം വരെ ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യും.
കുടുംബത്തിന്റെ മാന്യതയോ അല്ലെ വ്യക്തിബന്ധങ്ങൾക്ക് വിലയോ അതൊന്നും കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ നടക്കും. ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ട്. നടന്നു കഴിഞ്ഞ് വയസ്സാകുമ്പത്തേന് ആരാലും നോക്കാനില്ല, എല്ലാരാലും വെറുത്ത് ഒരു നികൃഷ്ട ജീവി പോലെ ആയിട്ട് എവിടെയെങ്കിലും കടത്തിണ്ടെന്ന് പറയുന്ന പോലെ കഴിയും. ഇങ്ങനെയുള്ള ഒരു സ്വഭാവം. അത് ഹോർമോണിന്റെ പ്രശ്നമാണോ, നിംഫോമാനിക്കെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു അസുഖമുണ്ട്, അതായിരിക്കാം. ഇതറിയാതെ ഇവൻ ചെന്ന് ചാടിച്ചോണ്ട് പോകുന്നിട്ട് ഇപ്പം ഇവൻ ചെന്ന് കെണി വീണ പോലെ ഉണ്ട്. എന്നിട്ട് പിന്നെ സോഷ്യൽ മീഡിയ തെളിവായിട്ട് എടുത്തിട്ട് മൊബൈൽ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഒരു വീഡിയോ കേട്ടോ, 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്ത് മൊബൈൽ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നതും എല്ലാം ഉണ്ട്. ഏതായാലും രസമാണ്. ഇപ്പം അവിഹിതം കൊണ്ട് ഒരിതാണ്. ആദ്യം എല്ലാവരും ഇപ്പം വിചാരിച്ചിരിക്കുന്നത് ഇത്ര ഗൗരവത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സ്വന്തം ഹസ്ബൻഡ് ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിച്ചിട്ടാണ്. അങ്ങനെയല്ല, കാമുകൻ തന്നെയാണ് അവന്റെ കൂടെ അവനെ ഇട്ടേച്ച് വേറൊരാളുടെ കൂടെ പോയ മിടുക്കിയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ രൂപം കണ്ട് ആരെയും വിലയിരുത്താൻ പറ്റിയല്ല. ഒരു നല്ല വണ്ണം പൊക്കമുള്ള പെണ്ണുങ്ങളെല്ലാം പുരുഷന്മാർ പലപ്പോഴും പല വൃത്തിയേട് പറയും. പക്ഷെ ഈ പെണ്ണിന് ശരീരം പോലും നേരെയുമല്ല, ഒരു കൊച്ചു പെണ്ണ്. പക്ഷെ ഹോർമോൺ ശരീരത്തിലുള്ളതിന് ചില സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയുള്ളവർ. അതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.